ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വ്ളോഗിങ്ങൾ കണ്ടിട്ടില്ലേ, കാണാത്തവർ പെട്ടെന്ന് തന്നെ അടിച്ച് കയറി പോയിട്ട് കാണുക. അതേപോലെ തന്നെ അതിൻ്റെ ലൈക്ക് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ കുറെ മൂത്തമ്മന്റെ കുറെ ഫണ്ണി കോമഡി ആയിട്ടുള്ള ഡയലോഗുകൾ ഉണ്ട് കേട്ടോ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയിട്ട് കാണാം. അതേപോലെ തന്നെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട്, ഒന്നും കൂടി പറയുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതെന്താ പരിപാടി പോലെ രാഹുലിനെ കുളിച്ച് തെറ്റായിട്ട് വീട് നിന്ന് അണ്ടി വാങ്ങാ. എന്താ വാങ്ങിയല്ലേ? ഭയങ്കര പൂതിയാ അപ്പൊ നമുക്കും കഴിക്കാം. ചെറിയ കഷ്ണം എടുക്ക്. ലാസ്റ്റ് പീസാണ്. ഉപ്പു ഒരു പുളിപ്പുളി വാങ്ങുന്ന കേട്ടോ. പൂതി അച്ഛൻ തമ്മൻ ചേർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നേ മാങ്ങയാ. അച്ഛൻ സമ്മന്തി അരക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ചേട്ടാ. അല്ല, മാങ്ങ സമ്മന്തി അരക്കാൻ വേണ്ടിട്ട് അച്ഛൻ കൊണ്ടുവന്ന മാങ്ങ. സമ്മന്തി ആയിട്ടൊന്നുമില്ല, ലാസ്റ്റ് ചെയ്ത മുറിച്ച് നിന്നാ ആക്കോട്ടാ. ഓരോ പൂതികൾ നമ്മള് മറ്റേ ഉറുമാമ്പഴോ ഉറുമാമ്പഴം, പിന്നെ നേന്ത്രപ്പഴം, പിന്നെ പറഞ്ഞു കിവി, അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ കൊടുത്ത് അതെല്ലാം കഴിച്ച് അതിന് ഞാനിതാ. ഓ, എന്താ ചെയ്യാ. ഒരു ഉപ്പോ പുളിയോ ഒന്നും നോക്കി കേസുന്നില്ല. ഒരു ഉപ്പും പുളിയോ ഒന്നും നോക്കി അറിയുന്നില്ല കേട്ടാ. ഒരു സമയത്ത് ഉണ്ടാകുന്ന പൂതികൾ എങ്ങനെയല്ലോ. പച്ചപ്പുളിയാ? പച്ചപ്പുളി ചോദിച്ചിട്ട് കൊണ്ടുവരണം. അപ്പൊ പച്ചപ്പുളി കൊണ്ടു കേട്ടോ, അച്ചൂസിന് പച്ചപ്പുളി. ഇവിടെ പെട്ടെന്ന് പോസ്റ്റ്മാൻ വന്നതാ കേട്ടോ. പോസ്റ്റ്മാൻ അല്ല, പെട്ടെന്ന് പോസ്റ്റ്മാൻ വന്നത്. അതാണ് ഞാൻ ഇപ്പൊ അപ്പുറത്തേക്ക് ഒന്ന് പോയത്. എന്താ അവിടെ ഒരു റിയാക്ഷനും ഇല്ലല്ലോ. പച്ചപ്പുളിയാ? നമുക്ക് പച്ചപ്പുളി കൊണ്ടുതരാ കേട്ടാ. പച്ചപ്പുളി കൊണ്ടുതരാ. വേറെ വേണ്ടേ? ബിരിയാണിയാ? ആ, ബിരിയാണി. പിന്നെ വേറെ പലതും. അച്ചൂസിന്റെ ഇപ്പോഴത്തെ പൂതികളാണ് ബിരിയാണി, പച്ചപ്പുളി, മാങ്ങ, തേങ്ങ, ചക്ക. അച്ചൂസിന്റെ പൂതികൾ ഇതൊക്കെയാണ്. അച്ചൂസിന്റെ പൂതികൾ കേട്ടോ. ഈ ഒരു ടൈമിലേ ഉണ്ടാവുള്ളൂ ഇങ്ങനല്ലേ അല്ല. മീൻ വേണ്ട? എനിക്ക് മീനിനെ മതിയല്ലേ? വേണോ? പക്ഷേ മീൻ മുളകിട്ടത് കൂട്ടിക്കൂടാന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ മുളകിട്ടത് കൂട്ടിക്കൂടാന്ന് പറയും. പിന്നെ എന്തെല്ലാം കഴിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് ഈ ഒരു പ്രഗ്നൻസി, ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന അമ്മമാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കഴിക്കാമല്ലോ, അല്ല വാങ്ങാമല്ലോ അല്ലേ. നമ്മൾ വേറെ ഒരുപാട് പേരെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു നോക്കിന് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് കഴിക്കേണ്ടതൊക്കെ നമ്മൾ നോക്കിന്. പക്ഷേ നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഇതായിട്ട് കമൻറ്റ് ചെയ്ത് ലിസ്റ്റ് ആയിട്ട് തന്നെ എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. ഓക്കെ, ചിക്കനാ എടാ? ചിക്കൻ വേണം പോലും. പിന്നെയോ ചിക്കൻ ഐറ്റം എല്ലാം വേണം. ചിക്കൻ ഐറ്റം എല്ലാം വേണം. ചിക്കൻ പാറ്റിയത്, ചിക്കൻ ഐറ്റം എല്ലാം വേണം പോലും കേട്ടോ. ജ്യൂസിന് ചിക്കൻ വരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ വറുത്തരച്ചത്, ചിക്കൻ കൊണ്ടാട്ടം, അതൊന്നും വേണ്ട. ഡ്രൈ ഫ്രൈ, 65, ചില്ലി ഒന്നും വേണ്ട. നശിപ്പിച്ച് അതെടുക്കണ്ടേ? അത് പോയിന് മോളെ. അത് പോയിന്. അപ്പൊ ഇന്ന് നമുക്ക് കിവി തീർന്നല്ലേ? നോക്കട്ടെ, ഉണ്ടോ? ഇല്ലപ്പാ, ഒരു ഊർമ്മപ്പഴം ഒന്നല്ലേ ഉള്ളൂ.
ഉറുമാമ്പഴം ഒന്നും കിവി 2 ഉണ്ട് കേട്ടോ. കിവി 2 ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ അന്ന് വാങ്ങിച്ചതിൻ്റെ കായ് ബോട്ടിലാണ്. അപ്പോൾ ഉറുമാമ്പഴം വേണോ കിവിയും വേണമല്ല? പേരയ്ക്കും. ഓക്കെ, ഉറുമാമ്പഴം കിവി ഇപ്പം നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഉറുമാമ്പഴം, പിന്നെ കിവി, പിന്നെ വത്തക്ക, പിന്നെന്നാ നേന്ത്രപ്പഴം അല്ല, നേന്ത്രപ്പഴം, പിന്നെ മുട്ട അല്ല, നാടൻ മുട്ട ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കാവോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണോ കഴിക്കേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് മന്ത് സ്റ്റാർട്ടായല്ലേ? ഫസ്റ്റ് മന്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിന്, പക്ഷേങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പറയും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. എന്തൊക്കെ കഴിക്കേണ്ട അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എന്താ മോളെ റെസ്റ്റാ? അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് പണിക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നാളെ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടൈമില്ല, വർക്കിന് പോകണം, എനിക്ക് പണിയുണ്ട്. ഇപ്പോൾ ഓട്ടം വിളിച്ചിന് അപ്പോൾ പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ മാറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ ബൈ ബൈ, സീ യു ഓൾ. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.